കുവൈത്തിൽ 2022 ആകുമ്പോൾ സർക്കാർ മേഖല 100% സ്വദേശിവൽക്കരിക്കാൻ പദ്ധതി. സിവിൽ സർവീസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇതിനുവേണ്ട പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായാണ് വിവരം. സർക്കാർ മേഖലയിൽ വിദേശികളെ പിൻവാതിൽ വഴി നിയമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി പാർലമെന്റ് അംഗങ്ങളും രംഗത്തെത്തി. സർക്കാർ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന വിദേശികളുടെ കൃത്യമായ കണക്ക് തയ്യാറാക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും സിവിൽ സർവീസ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2018 ഏപ്രിൽ മുതൽ 2019 മാർച്ച് വരെയുള്ള കാലത്തിനിടയിൽ ഇത് സംബന്ധിച്ച പട്ടിക തയ്യാറാക്കി നൽകണമെന്നാണ് നിർദ്ദേശം. തുടർന്നുള്ള വർഷങ്ങളിൽ നിശ്ചിത ശതമാനം വിദേശികളെക്കുറിച്ച് 2022 ആകുമ്പോഴേക്ക് പദ്ധതി പൂർത്തിയാക്കാനാണ് തീരുമാനം. വിവരസാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട തസ്തികകൾ, കലാ സാംസ്കാരിക, ഇൻഫർമേഷൻ, പബ്ലിക് റിലേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ, മറ്റ് ഡിപ്പാർട്ട്മെന്റ് തല തസ്തികകൾ എന്നിവയെല്ലാം സമ്പൂർണ്ണ സ്വദേശിവൽക്കരണ പദ്ധതിയുടെ പരിധിയിൽ വരുമെന്നാണ് സൂചന. അതിനിടെ ഉന്നതരുടെ സ്വാധീനത്തിലൂടെയും മറ്റും സർക്കാർ മേഖലയിൽ വിദേശികളെ നിയമിക്കുന്നതിനെതിരെ എംപിമാർ രംഗത്തെത്തി. ഹംദാൻ അൽ ആസ്മി, ഫൈസൽ അൽ കന്ദരി, മുഹമ്മദ് അൽ ഹുവൈല തുടങ്ങിയ പാർലമെന്റ് അംഗങ്ങളാണ് അനധികൃത നിയമനത്തിനെതിരെ രംഗത്തു വന്നത്. സ്വദേശികൾക്കിടയിൽ തൊഴിലില്ലായ്മ കൂടിവരുന്ന സാഹചര്യത്തിൽ വിദേശികളുടെ എണ്ണം കുറച്ച് ഇതിനു പരിഹാരം കണ്ടെത്തണമെന്നും എംപിമാർ ആവശ്യപ്പെട്ടു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ ഇനി മുതൽ തൊഴിൽ വിസകളിൽ ബാർകോഡ് രേഖപ്പെടുത്തും. വ്യാജ വിസ തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെ മാൻപവർ അതോറിറ്റിയാണ് പുതിയ ബാർകോഡ് സംവിധാനത്തിന് തുടക്കമിട്ടത്. മാൻപവർ അതോറിറ്റിയുടെ പുതിയ ഇലക്ട്രോണിക് സേവനജാലകമായ അസ്ഹലിന്റെ ഭാഗമായാണ് ബാർകോഡ് സംവിധാനം നടപ്പാക്കിയത്. വ്യാജ വിസ വിതരണം ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ ഇല്ലാതാക്കുന്നതിന് പുതിയ സംവിധാനം ഗുണം ചെയ്യുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന വേളയിൽ ഉദ്യോഗാർത്ഥിയുടെ രാജ്യത്തുള്ള കുവൈത്ത് എംബസിക്കോ കോൺസുലർ വിഭാഗത്തിനോ ബാർകോഡിൽ രേഖപ്പെടുത്തിയ വിവരങ്ങളും തൊഴിലാളിയുടെ പാസ്പോർട്ട് രേഖകളും തമ്മിൽ ഒത്തുനോക്കുന്നതിനും വിസ സ്റ്റാമ്പിങ്ങിനു മുമ്പ് തൊഴിൽ പെർമിറ്റിന്റെ സാധുത, കാലാവധി എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്താനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും. വർക്ക് പെർമിറ്റിന് നിബന്ധനകളോടെ 3 വർഷം വരെ കാലാവധി അനുവദിക്കുമെന്നും മാൻപവർ അതോറിറ്റി അറിയിച്ചു. തൊഴിലെടുക്കുന്ന സ്ഥാപനത്തിന്റെ ലൈസൻസിനും തൊഴിലാളിയുടെ പാസ്പോർട്ടിനും 3 വർഷത്തിലേറെ കാലാവധി ഉണ്ടായിരിക്കണമെന്നതാണ് 3 വർഷത്തേക്ക് തുടർച്ചയായി വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നതിന് അതോറിറ്റി ഏർപ്പെടുത്തിയ നിബന്ധന. കരാർ പാലിക്കുമെന്നുള്ള തൊഴിലുടമയുടെ രേഖാമൂലമുള്ള ഉറപ്പും ഹാജരാക്കണം. കാലാവധിയുള്ള പാസ്പോർട്ടിനൊപ്പം നിലവിലെ വർക്ക് പെർമിറ്റ്, സിവിൽ ഐ ഡി, തൊഴിൽ കരാർ, തൊഴിൽ വകുപ്പിൽ നിന്നുള്ള സ്പോൺസറുടെ കയ്യൊപ്പ് സാക്ഷ്യപ്പെടുത്തുന്ന രേഖ എന്നിവയുടെ പകർപ്പും ഫീസ് അടച്ചതിന്റെ രസീതിയുമാണ് തൊഴിൽ പെർമിറ്റ് പുതുക്കുന്നതിന് ആവശ്യമായ രേഖകൾ. കാലാവധി അവസാനിക്കുന്നതിന്റെ 6 മാസം മുമ്പ് വർക്ക് പെർമിറ്റ് നിബന്ധനകളോടെ പുതുക്കാനും അനുവദിക്കും. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഒമാനിൽ ശിക്ഷാ നിയമം പരിഷ്കരിച്ചു. ഇത് സംബന്ധിച്ച് സുൽത്താന്റെ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങി. ഗസറ്റിൽ ഉത്തരവ് പ്രസിദ്ധീകരിക്കുന്ന ദിവസം മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം വിൽപ്പന നടത്തുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും പുതിയ നിയമപ്രകാരം 10 വർഷം വരെ തടവ് അനുഭവിക്കേണ്ടി വരും. കേടായ ഭക്ഷണം കഴിച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ ശിക്ഷ 15 വർഷമായി ഉയരും. ആരെങ്കിലും തടഞ്ഞുവെക്കുകയോ നിയമത്തിന് വിരുദ്ധമായി ഏതെങ്കിലും രീതിയിൽ വ്യക്തികളുടെ അവകാശങ്ങൾ ഹനിക്കുകയോ ചെയ്തതായി തെളിയുന്ന കേസുകളിൽ 3 മാസം മുതൽ 3 വർഷം വരെ തടവ് ലഭിക്കും. രാജ്യത്തിന്റെ അഭിമാനത്തെ ഹനിക്കുന്നതോ സാമ്പത്തിക മേഖലയുടെ ആത്മവിശ്വാസത്തെ മുറിപ്പെടുത്തുന്നതോ ആയ തെറ്റായ വാർത്തകളോ ഊഹാപോഹങ്ങളോ ബോധപൂർവം പ്രചരിപ്പിക്കുന്നവർക്ക് 3 മാസം മുതൽ 3 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഔദ്യോഗിക ജോലിക്കിടെ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുന്നവർക്ക് വധശിക്ഷയാകും ലഭിക്കുക. ഇസ്ലാമിനെയോ ഖുർആനെയോ പ്രവാചകന്മാരെയോ അല്ലെങ്കിൽ മറ്റ് ദൈവിക മതങ്ങളെയോ നിന്ദിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നവർക്ക് 3 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്യുന്നത്. സർക്കാർ സ്വകാര്യ ഫണ്ടുകളിൽ തിരിമറി നടത്തുന്ന സർക്കാർ ജീവനക്കാർക്ക് 3 മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കും. ആംബുലൻസിന്റെയോ പൊതുസുരക്ഷാ വാഹനങ്ങളുടെയോ സുഗമമായ ഗതാഗതം ബോധപൂർവ്വം തടസ്സപ്പെടുത്തുന്നവർക്ക് തടവ് ശിക്ഷ ലഭിക്കും. ശത്രുക്കൾക്ക് രാജ്യത്തിനകത്തേക്ക് കടക്കാൻ സൗകര്യമൊരുക്കുകയോ വിവരങ്ങൾ കൈമാറി സൗകര്യങ്ങളൊരുക്കുകയോ ചെയ്യുന്നവർക്ക് കുറ്റം തെളിഞ്ഞാൽ വധശിക്ഷ ലഭിക്കും. മീഡിയ 1 മസ്കത്ത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും മികച്ച കുടുംബ ഉല്ലാസ സാംസ്കാരിക കേന്ദ്രമായ ഗ്ലോബൽ വില്ലേജിൽ ഇതുവരെ എത്തിയത് 25 ലക്ഷത്തോളം ആളുകൾ. ഗ്ലോബൽ വില്ലേജിന്റെ 22ാം സീസൺ തുടരുകയാണ്. UAE ദേശീയ ദിനാഘോഷത്തിൽ 5 ലക്ഷം പേർ അണിനിരന്ന് ചരിത്രം സൃഷ്ടിച്ചതായും സംഘാടകർ അറിയിച്ചു. വിവിധ രാജ്യങ്ങളുടെ സമയക്രമപ്രകാരം പലതവണയായി നടത്തിയ പുതുവർഷ ആഘോഷത്തിന് ലക്ഷം പേരാണ് സാക്ഷ്യം വഹിച്ചത്. ഓരോ നാടിന്റെയും പാരമ്പര്യങ്ങൾ പരിചയപ്പെടുത്താനും വ്യത്യസ്ത സംസ്കാരങ്ങളുമായി കൂടുതൽ അടുപ്പം സൃഷ്ടിക്കാനും ഉതകുമാറാണ് പവലിയനുകളും കലാപരിപാടികളും ഒരുക്കുന്നത്. ഇവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് സ്വീകാര്യമായി എന്നറിയുന്നത് അഭിമാനകരവും അതിലേറെ ആഹ്ലാദം പകരുന്നതുമാണെന്ന് ഗ്ലോബൽ വില്ലേജ് CEO ബദർ അൻവാഹി പറഞ്ഞു. Very proud that we have managed to achieve 2.4 million visitors by 31st of December. This is a growth that we have managed to get like 4% comparing to last year, same time, this period actually of the year.
We think the number are something that's very important, but most importantly is the happiness score. വിവിധ രാജ്യങ്ങളുടെ കലാപരിപാടികൾ ആസ്വദിക്കാനും ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനും ഏറെ ആവേശത്തോടെയാണ് സന്ദർശകരെത്തുന്നത്. വിവിധ പവലിയനുകളിലെ 3500ഓളം ഔട്ട്ലെറ്റുകൾ മുഖേന നിരവധി രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ലഭ്യമാവുന്നത്. ഏപ്രിൽ ആദ്യവാരം വരെ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ വില്ലേജിൽ ശനി മുതൽ ബുധനാഴ്ച വരെ വൈകിട്ട് 4 മണിക്കും വ്യാഴം വെള്ളി ദിവസങ്ങളിലും പൊതു അവധികളിലും ഉച്ചയ്ക്ക് 1 മണിക്കുമാണ് പ്രവേശനം ആരംഭിക്കുക. തിങ്കളാഴ്ചകളിൽ കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ 1 ദുബൈ. ആധുനിക കേരളം പടുതുയർത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച പ്രവാസികളോട് സംസ്ഥാനം അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നതായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഫുജൈറയിൽ 6ാമത് ഇൻകാസ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതികൂല സാഹചര്യങ്ങൾ മൂലം പ്രവാസികളിലെ സാധാരണക്കാർ ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ പ്രവാസിക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നടപടികൾ ആവശ്യമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പഠനരംഗത്ത് മുന്നേറ്റം ഉറപ്പാക്കാൻ പ്രവാസി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇൻകാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കൂട്ടായ നീക്കം നടത്തണമെന്നും ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചു. UAEയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ 5 വിദ്യാലയങ്ങളിൽ നിന്നായി 61 വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ കൈമാറി. വിവിധ തുറകളിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന 13 പേരെ ചടങ്ങിൽ ആദരിച്ചു. ഷെയ്ഖ് ഹമദ് അബ്ദുല്ല അഹമ്മദ് അൽ ഷർഖി, മുൻ UAE മന്ത്രി ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അൽ കിന്ദി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇൻകാസ് ഫുജൈറ പ്രസിഡന്റ് KC അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ജോജു മാത്യു സ്വാഗതം പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മീഡിയ 1 ഫുജൈറ. മധുരം കിനിയുന്ന നാരങ്ങകളുടെ മേളയാണ് സൗദിയിലെ അൽ ഖരീഖിൽ. ഈ ഗ്രാമത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന നാരങ്ങകളാണ് മേളയിലുള്ളത്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് മേളയ്ക്കെത്തുന്നത്. റിയാദിൽ നിന്നും 209 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അൽ ഖരീഖിലെത്താം. ഹരീഖ് എന്നാൽ തീക്കനൽ എന്നർത്ഥം. എന്നാൽ പച്ചപ്പിന്റെ ആവരണമുള്ള ഈ ഗ്രാമത്തിൽ നാരങ്ങകളുടെ വിളവെടുപ്പ് കാലമാണ്. മുനിസിപ്പാലിറ്റിയുടെ കീഴിലിത് വിൽപ്പന മേളയായി മാറി. കഴിഞ്ഞ കൊല്ലമായിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിങ്. ഒരു ഭയങ്കരമായ വിജയം കാരണം ഈ കൊല്ലം വളരെ വിപുലമായ രീതിയിൽ ഗവൺമെന്റ് സ്പോൺസേഡ് 1-2 കമ്പനികളുടെ സ്പോൺസർഷിപ്പിൽ ഭയങ്കരമായ ഒരു ഫെസ്റ്റിവലായിരുന്നു. ഇന്നലെ റിയാദ് ഗവർണറായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നടത്തിയിരുന്നത്. കിലോക്ക് 2 റിയാൽ മുതൽ 200 റിയാൽ വരെയുള്ള അത്യപൂർവ ഓറഞ്ചുകൾ വരെയുണ്ട് ഇവിടെ. സമീപത്തെ ഓറഞ്ച് തോട്ടങ്ങളിലേക്കും മേളക്കെത്തുന്ന ആളുകൾ എത്താറുണ്ട്. മേള ഇന്ന് സമാപിക്കുമെങ്കിലും തോട്ടങ്ങളിലേക്കുള്ള ഒഴുക്ക് തുടരും. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറത്തിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഹസൻ ചെറൂപ്പയാണ് പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി നിഷാദ് അമീനെ തെരഞ്ഞെടുത്തു. ജലീൽ കണ്ണമംഗലമാണ് ട്രഷറർ. അബ്ദുൾ റഹ്മാൻ വണ്ടൂർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. സാദിഖ് അലി തൂവൂർ പ്രവർത്തന റിപ്പോർട്ടും സുൽഫിക്കർ ഒത്തായി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. യോഗത്തിൽ PM മായൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി കുവൈത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒത്തുചേരൽ ശ്രദ്ധേയമായി. കുവൈറ്റ് സൊസൈറ്റി ഫോർ ഗാർഡിയൻസ് ഓഫ് ദി ഡിസേബിൾഡ് എന്ന സംഘടനയുമായി ചേർന്ന് വിവിധ് കേരളയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭാരതീയ വിദ്യാഭവൻ ഓഡിറ്റോറിയത്തിൽ സംഗീതാർച്ചനയോടെയാണ് ഭിന്നശേഷിക്കാരുടെ സംഗമം ആരംഭിച്ചത്. KSGD ചെയർപേഴ്സൺ റിഹാബ് എംബോറിസ്ലി മുഖ്യാതിഥിയായിരുന്നു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ മുതിർന്നവർ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എംപവറിംഗ് പ്രോഗ്രാം നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള കലാപരിപാടികളാണ്. ഉദ്ഘാടകനായി എത്തിയ സ്മാർട്ട് ഭവൻസ് പ്രിൻസിപ്പൽ മഹേഷ് അയ്യർ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പാടുകയും അവർക്കൊപ്പം ചുവടുവെക്കുകയും ചെയ്തു. കുവൈറ്റ് ക്യാൻസർ കൺട്രോൾ സെന്ററിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സുസോവന സുജിത് നായറും പരിപാടിയിൽ ഗാനങ്ങൾ ആലപിച്ചു. ശരണ്യ ത്രിഹാൻ അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ്, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ സംഗമത്തിന് മിഴിവേകി. വിവിധ പ്രായക്കാരും വിവിധ രാജ്യക്കാരുമായ ഭിന്നശേഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു.
മീഡിയ 1 കുവൈറ്റ് സിറ്റി. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച ജിദ്ദയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജിദ്ദ പാലിയേറ്റീവ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷറഫിയ ഇംപാല ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും പരിപാടി. നാട്ടിലുള്ള പാലിയേറ്റീവ് കൂട്ടായ്മകൾക്ക് പിന്തുണ നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ നൂറുദ്ദീൻ കാളികാവ് അറിയിച്ചു. ദുബായ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന ഫോൺ ചെയ്ത് നടത്തുന്ന പണത്തട്ടിപ്പിനെക്കുറിച്ച് ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് മുന്നറിയിപ്പ് നൽകി. റെസിഡൻസി ഫോറിനേഴ്സ് അഫയേഴ്സ് ജനറൽ ഡയറക്ടറേറ്റിന്റെ വ്യാജമായി സൃഷ്ടിക്കുന്ന നമ്പറുകളിൽ നിന്ന് വിളിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. കാസർഗോഡൻ മൊഞ്ച എന്ന പേരിൽ KMCC ജിദ്ദ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കലാമേള ശ്രദ്ധേയമായി. അഹമ്മദ് പാളയാട്ട് ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ജിദ്ദയിലെ കാസർഗോഡ് ജില്ലക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ഹമീദ് അലി ഷംനാട് അവാർഡുകൾ ഡോക്ടർ ഷെരീഫുൽ ഹസൻ, ഇബ്രാഹിം ഷംനാട്, ഫാത്തിമ ഇബ്രാഹിം എന്നിവർക്ക് വിതരണം ചെയ്തു. അബൂബക്കർ അരിമ്പ്ര, അൻവർ ചേരങ്കൈ, റസ കണക്കായി, CK ഷക്കീർ, ഇസ്മായിൽ മുണ്ടക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. ഒമാനിലെ സഹം റദ്ദ ഒമാൻ ഓയിൽ പെട്രോൾ സ്റ്റേഷനടുത്തുള്ള സർവീസ് സെന്ററിലെ ജീവനക്കാരനായ പ്രമോദിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശനിയാഴ്ച രാത്രി താമസ സ്ഥലത്താണ് സംഭവം. ഇടുക്കി ജില്ലയിലെ ബാലഗ്രാമം സ്വദേശിയാണ്. ലീവ് കഴിഞ്ഞ് 2 മാസം മുൻപാണ് ജോലിസ്ഥലത്ത് തിരിച്ചെത്തിയത്. ആത്മഹത്യയ്ക്കുള്ള കാരണം വ്യക്തമല്ലെന്ന് ഒമാനിലുള്ള ഭാര്യ സഹോദരൻ പറഞ്ഞു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ്.